ഡിസയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സംഗീത് എന്നാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് സുവോളജിയാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ബയോളജിയിൽ 22 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ സെക്കൻഡ് ഇയർ പ്ലസ് ടുവിൽ നമുക്ക് 16 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അതിലെ 8 ചാപ്റ്റർ ബോട്ടണിയും 8 ചാപ്റ്റർ സുവോളജിയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ 8 ചാപ്റ്ററിൽ നമുക്ക് സുവോളജിയിലെ 8 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ 8 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ മാർക്സിൻ്റെ ഡിവിഷൻ ഞാൻ ആദ്യം ഒന്ന് പറയാം. സുവോളജിയിലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ സ്കോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, സ്കോർ 3 ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലും സ്കോർ വരുന്നത്, എക്സാമിന് സ്കോർ വരുന്നത് സ്കോർ 3 ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ജെനറ്റിക്സിലെ ചാപ്റ്ററാണ്. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, പ്യുവർ ജെനറ്റിക്സ് ആണ് വരുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷന് വരുന്നത്, അതിൽ നിന്ന് വരുന്ന സ്കോർ അറൌണ്ട് 5 ആണ്. സ്കോർ 5 ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ തേർഡ് ചാപ്റ്റർ ആണ്. ഫോർത്ത് ചാപ്റ്റർ ആണ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ജെനറ്റിക്സ് ആണ് അതിൽ വരുന്നത്. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നാലാമത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് വരുന്നത് സ്കോർ അറൌണ്ട് 6 ആണ്. അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് സ്കോർ 6 ആണ്. അഞ്ചാമത്തെ ചാപ്റ്റർ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ നിന്ന് വരുന്നത് മാർക്സ് എക്സാമിന് വരുന്നത് സ്കോർ 4 ആണ്. എവല്യൂഷൻ. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, തേർഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ഓക്കെ. ഫോർത്ത് ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഓക്കെ. അഞ്ചാമത്തെ ചാപ്റ്റർ എവല്യൂഷൻ ആണ്, അതും സ്കോർ 4 ആണ്. ആറാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. ആ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരുന്നത് സ്കോർ 4 ആണ് വരുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് സ്കോർ 4 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചാപ്റ്ററാണുള്ളത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതായത് മൈക്രോബ്സിനെ കൊണ്ടുള്ള ഉപകാരം. കഴിഞ്ഞ ചാപ്റ്ററിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൈക്രോബ്സ് കൊണ്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ, ഈ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് മൈക്രോബ്സിനെ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്കോർ 2 മാത്രമാണ് വരുന്നത്. 2 മാർക്സ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരുന്നത് സ്കോർ 3 ആണ്. 3 മാർക്സ് ആണ് എക്സാമിന് വരുന്നത്. ഇത്രയുമാണ് സുവോളജി പോർഷൻസിലുള്ള 8 ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, തേർഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അടുത്ത ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അത് കഴിഞ്ഞിട്ടുള്ളത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, എവല്യൂഷൻ. നെക്സ്റ്റ് വൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് കഴിഞ്ഞിട്ട് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഈസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. 8 ചാപ്റ്റേഴ്സേ ഉള്ളൂ, ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. പിന്നെ ലാബുണ്ട്, ലാബിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. ഇതാണ് സെക്കൻഡ് ഇയറിൽ ആകെയുള്ള കാര്യങ്ങൾ. Okay, now we can discuss
the first chapter in the zoology, that's human reproduction. നമ്മൾ ഇപ്പോൾ ബിഗിൻ ചെയ്യുന്ന ചാപ്റ്റർ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. As we know, reproduction means it is the ability of living organism to produce its own kind. സ്വന്തം കൈൻഡിനെ സൃഷ്ടിക്കാനുള്ള ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും കപ്പാസിറ്റിയാണ് we call it as what? Reproduction. Human reproduction means it is the ability of human beings to produce young ones similar to themselves. I repeat, human reproduction means ability of human beings to produce young one similar to themselves. As we know, നമുക്കറിയാം, humans are sexually reproducing viviparous organism. Sexually reproduce ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓർഗാനിസമാണ് ഹ്യൂമൻ ബീയിങ്സ് എന്നറിയപ്പെടുന്നത്. ഇതാണ് റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളത്. ദ എബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു പ്രൊഡ്യൂസ് യങ് വൺസ് സിമിലർ ടു ദംസെൽഫ്. മനുഷ്യനെ പോലത്തെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ആ കഴിവിനെ അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീപ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഈവൻസ് ആണ്. ഈവൻസ് ഇൻ ദി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഈവൻസ് ആണ്. അതിൽ 7 ഈവൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഈവൻസ് ആണ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ദേ ആർ ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, gestation and parturition. These are the main events of human fertilization event. മനുഷ്യനിലെ റീപ്രൊഡക്ഷനിലെ ഫെർട്ടിലൈസേഷൻ അല്ല, മനുഷ്യനിലെ റീപ്രൊഡക്ഷൻ്റെ ഈവൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻസിലെ റീപ്രൊഡക്ഷൻ പ്രോസസ്, പ്രത്യുൽപാദന പ്രോസസ് മനുഷ്യനിൽ കംപ്ലീറ്റ് ആകുന്നത് ഈ 7 സ്റ്റെപ്പിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, gestation and parturition. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗാമറ്റോജെനസിസ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഗമേറ്റ്സ്. ഗമേറ്റ്സിൻ്റെ ഫോർമേഷനും മെച്ചുറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗാമറ്റോജെനസിസ് എന്നറിയപ്പെടുക. ഗാമറ്റോജെനസിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഗമേറ്റ്സ്. അതിൽ 2 സ്റ്റെപ്സ് അല്ലെങ്കിൽ 2 പ്രോസസ്സാണുള്ളത്. ഗാമറ്റോജെനസിസ് വരുമ്പോൾ അതിൽ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis. 2 സ്റ്റെപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, സ്പെർമാറ്റോജെനസിസ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഏതാണ്? സ്പെർമാറ്റോജെനസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് oogenesis. ഈ 2 സ്റ്റെപ്പിലൂടെയാണ് ഗാമറ്റോജെനസിസ് കംപ്ലീറ്റ് ആവുന്നത്. ഗാമറ്റോജെനസിസ് ഈസ് completed in 2 steps. First one, spermatogenesis, the formation and maturation of sperm. Sperminde formationum maturationുമാണ് what we call spermatogenesis. അതേസമയം ഓവത്തിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്ന ഓവത്തിന്റെ ഫോർമേഷനെയും മെച്ചുറേഷനെയും that's known as what? oogenesis. Okay, spermatogenesis is the formation and maturation of sperm. സ്പെർമിന്റെ ബീജത്തിന്റെ ഫോർമേഷനെയും മെച്ചുറേഷനുമാണ് സ്പെർമാറ്റോജെനസിസ്. ഓവത്തിന്റെ അണ്ഡത്തിന്റെ ഫോർമേഷനും മെച്ചുറേഷനുമാണ് that's known as what? oogenesis. Spermatogenesis and oogenesis together known as what? Gametogenesis. Spermatogenesisഉം oogenesisനെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുക? It's known as what? Gametogenesis. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. റീപ്രൊഡക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. Insemination means it is the transfer of male gamete into female reproductive system. Male gamete, spermine female reproductive tractil എത്തിക്കുന്ന that process is known as what? Insemination. Insemination means transfer of sperm into female genital or reproductive tract. Next one, third step ആണ് fertilization. Fertilization means it is the process of fusion of male and female gamete. Male gametesന്റെയും
ഫിമെയിൽ ഗമേറ്റ്സിന്റെ ഫ്യൂഷനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഓവിഡക്ട്. ഓവിഡക്റ്റിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുക. നെക്സ്റ്റ് വൺ ബ്ലാസ്റ്റുലേഷൻ ആണ്. ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. സൈഗോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഫോർമേഷനും മെച്ചുറേഷനുമാണ് ദാറ്റ്സ് നോൺ ആസ് വാട്ട്, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്, ബ്ലാസ്റ്റുലേഷൻ. അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റുലേഷൻ എന്നറിയപ്പെടുന്നത്. ബ്ലാസ്റ്റുല ഫോം ചെയ്തിട്ട് അത് യൂട്രസിന്റെ അകത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്, അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നറിയപ്പെടുക. ഇംപ്ലാന്റേഷൻ മീൻസ് വാട്ട്, അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റുല ടു ദി യൂട്രസ് വാൾ ഫോർ നറിഷ്മെന്റ്. അറ്റാച്ച്മെന്റ് ഓഫ് blastula to the uterus wall for the attachment is known as what, implantation. അത് കഴിഞ്ഞിട്ട് ആ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ദാറ്റ് പീരീഡ് ഈസ് നോൺ ആസ് വാട്ട്, ഗെസ്റ്റേഷൻ പീരീഡ്. ഗെസ്റ്റേഷൻ പീരീഡ് മീൻസ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ആ ടൈമിനെയാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്, ഗെസ്റ്റേഷൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഗെസ്റ്റേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബർത്ത് ഓഫ് ദി ബേബി അല്ലെങ്കിൽ ഡെലിവറി, ദാറ്റ്സ് നോൺ ആസ് വാട്ട്, പാട്രീഷൻ മീൻസ് വാട്ട്, ഡെലിവറി ഓഫ് ദി ബേബി. ഇത്രയുമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ മെയിൻ ഈവൻറ്റ്സ്. ഒന്നുകൂടി ഞാൻ പറയാം. ഗാമറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, ഗെസ്റ്റേഷൻ ആൻഡ് പാട്രീഷൻ. ഇതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ മെയിൻ ഈവൻറ്റ്സ്. ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് പെയർ ഓഫ് ടെസ്റ്റിസ്, 2 ടെസ്റ്റിസ് ഉണ്ടായിരിക്കും. ഡക്ട് സിസ്റ്റം, ടെസ്റ്റിസിന്റെ അകത്തുനിന്ന് സ്പേം ഔട്ടറിലേക്ക് ഒഴുകി വരുന്ന ഡക്റ്റിന്റെ പേരാണ് ഡക്ട് സിസ്റ്റം. തേർഡ് വൺ ആക്സസറി ഗ്ലാൻസ് ഉണ്ടായിരിക്കും. പെനിസ്, ദാറ്റ്സ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ദീസ് ആർ ദി മെയിൻ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്സ് ആണ്. ഫസ്റ്റ് വൺ പെയർഡ് ടെസ്റ്റിസ്, 2 ടെസ്റ്റിസ് ഉണ്ടായിരിക്കും. ഡക്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആയിട്ടുള്ള പെനിസ് ഉണ്ടായിരിക്കും. ദീസ് ആർ ദി മെയിൻ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോൾ ഗമേറ്റ്സിന്റെ പ്രൊഡക്ഷനും അതുപോലെ ഹോർമോണിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ പ്രൈമറി സെക്സ് ഓർഗൻസ് എന്നും, അല്ലാതെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ബാക്കി ഓർഗൻസിനെ സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻക്ലൂഡ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ആൾസോ സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഗമേറ്റ്സിന്റെ പ്രൊഡക്ഷനും ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ആ ഓർഗൻസിനെ വി കോൾ ഇറ്റ് ആസ് വാട്ട്, പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ മെയിലിനെ സംബന്ധിച്ച് ടെസ്റ്റിസ് ആണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെയർഡ് ടെസ്റ്റിസ് ഉണ്ട്, ഡക്ട് സിസ്റ്റം ഉണ്ട്, ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, പെനിസ് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. അതിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട്, പെയർഡ് ടെസ്റ്റിസ്. പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ടെസ്റ്റിസ് ആർ ദി പ്രൈമറി സെക്സ് ഓർഗൻ വിച്ച് പ്രൊഡ്യൂസ് സ്പേം ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ മാമൽസിലും, ഇൻ ഓൾ മാമൽസ്, ടെസ്റ്റിസ് ആർ ഡെവലപ്ഡ് ഇൻ അബ്ഡമൻ. എല്ലാ മാമൽസിലും ടെസ്റ്റിസ് അബ്ഡമന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുകയാണ്. ഹ്യൂമൻസിനെ സംബന്ധിച്ച് എംബ്രിയോണിക് സ്റ്റേജിലെ 7th മന്തിലോ അല്ലെങ്കിൽ
കുഞ്ഞ് ജനിച്ചതിന് ശേഷം 1 or 2 monthsനകമോ അബ്ഡമൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത ടെസ്റ്റിസ് ഒരു ഇൻഗ്വിനിയൽ കനാൽ എന്ന് പറയുന്ന കനാലിലൂടെ ഡിസെൻഡ് ചെയ്ത് ഒരു പൗച്ചിനകത്തേക്ക് എത്തുന്നുണ്ട്. ദാറ്റ് പൗച്ച് ഈസ് നോൺ ആസ് വാട്ട്? സ്ക്രോട്ടം. ടെസ്റ്റിസിനെ ഒരു പൗച്ചിനകത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് പൗച്ച് ഈസ് നോൺ ആസ് വാട്ട്? സ്ക്രോട്ടം. എന്തിനാണ് സ്ക്രോട്ടത്തിനകത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ടു റെഡ്യൂസ് ടെമ്പറേച്ചർ 2 to 2.5 degree Celsius lower than normal body temperature. സാധാരണ ശരീര ഊഷ്മാവിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് ഈ പൗച്ചിനകത്ത് കുറവായിരിക്കും. Then only spermatogenesis will occur. ടെസ്റ്റിസ് നോർമൽ ബോഡി ടെമ്പറേച്ചറിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? spermatogenesis will not occur. In order to reduce that temperature, testes are suspended in a pouch called, ആ പൗച്ചിന്റെ പേരാണ് സ്ക്രോട്ടം. എല്ലാ മാമൽസിലും ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന അബ്ഡമന്റെ അകത്താണ്. ഹയർ മാമൽസിൽ സ്റ്റിൽ ഇൻ അബ്ഡമൻ, ലൈക്ക് എലിഫന്റ്, ബ്ലൂ വെയിൽ, അതൊരിക്കലും ഡിസെൻഡ് ചെയ്ത് വരുന്നില്ല, അബ്ഡമന്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, ടെസ്റ്റിസിനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗച്ചിന്റെ പേരാണ് ദാറ്റ്സ് നോൺ ആസ് വാട്ട്? സ്ക്രോട്ടം. സ്ക്രോട്ടത്തിനകത്ത് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ടു റെഡ്യൂസ് ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അതിനു വേണ്ടിയാണ്. ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓവൽ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. ലെങ്ത് ഏകദേശം 4 to 5 സെന്റിമീറ്റർ ലെങ്ത്തും 2 to 3 സെന്റിമീറ്റർ വിഡ്ത്തും ഉള്ള ഒരു സ്ട്രക്ചറാണ് ടെസ്റ്റിസ്. ഓക്കെ, ഒരു പിങ്കിഷ് കളർ ആയിട്ടുള്ള ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള 4 to 5 സെന്റിമീറ്റർ ലെങ്ത്തും 2 to 3 സെന്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് ടെസ്റ്റിസ്. ഓരോ ടെസ്റ്റിസിനകത്തും ഈച്ച് ടെസ്റ്റിസ് കണ്ടൈൻസ് 250 കമ്പാർട്ട്മെന്റ്സ്. ഓരോ ടെസ്റ്റിസിനകത്തും 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ക്ലിയർ? ഈച്ച് ടെസ്റ്റിസ്, ഓരോ ടെസ്റ്റിസിന്റെ അകത്തും 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓരോ ലോബ്യൂൾസിന്റെ അകത്തും ഇൻസൈഡ് ഈച്ച് ലോബ്യൂൾസ് they contains 1 to 3 highly coiled seminiferous tubule. ഓരോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ടെസ്റ്റിസിന്റെ അകത്തും 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിന്റെ അകത്തും 2 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ്സ് നോൺ ആസ് വാട്ട്? സെമിനിഫറസ് ട്യൂബ്യൂൾ. അതിന്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻസൈഡിൽ 2 സെല്ലുണ്ട്, അതിന്റെ ഔട്ടറിൽ 1 സെല്ലാണ് കാണുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻസൈഡിൽ കാണപ്പെടുന്ന സെൽസിന്റെ പേരാണ് ജേം സെൽസ്, സെർട്ടോളി സെൽസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഔട്ടറിൽ കാണപ്പെടുന്ന സെല്ലാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസോ ലീഡിംഗ് സെൽസ് എന്ന് പറയുന്ന സെല്ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുക. ഓരോ ടെസ്റ്റിസിന്റെ അകത്ത് 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ദാറ്റ് കമ്പാർട്ട്മെന്റ്സ് ആർ കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓരോ ലോബ്യൂൾസിന്റെ അകത്തും 2 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് 2 സെല്ല്, അതിന്റെ ഇൻ ബിറ്റ്വീൻ അല്ലെ ഔട്ട്സൈഡിൽ 1 സെൽ. ഇൻസൈഡിലുള്ള സെൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജേം സെൽസ്, അതുപോലെ സെർട്ടോളി സെൽ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻസൈഡിലുള്ള സെല്ലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽ. ജേം സെൽസ് ഹെൽപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പേം. സ്പേമിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് ജേം സെൽ. ഈ ജേം സെൽസിന് സ്പേമിന്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്ന സെൽസിന്റെ പേരാണ് സെർട്ടോളി സെൽ. ജേം സെൽസ് ഹെൽപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആൻഡ് സെർട്ടോളി സെൽസ് ഗിവ് നറിഷ്മെന്റ് ടു ദി ജേം സെൽസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പേം. ജേം സെൽസ് ആണ് സ്പേമിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് നൽകുന്ന സെല്ലാണ് സെർട്ടോളി സെൽ.
അതുപോലെ തന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഔട്ട്സൈഡിൽ കാണപ്പെടുന്ന സെല്ലാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസോ ലീഡിക് സെൽസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സെൽസോ ലീഡിക് സെൽ അത് മെയിൻ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ലൈക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസോ ലീഡിക് സെൽ. ഇന്റർസ്റ്റീഷ്യൽ സെൽസോ ലീഡിക് സെൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ലൈക്ക് ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണിന്റെ സെക്രീഷന് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ടെസ്റ്റിസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെസ്റ്റിസ് ഇത്രയുമാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടാണ് ഡക്ട് സിസ്റ്റം. ടെസ്റ്റിസിന്റെ അകത്തുണ്ടാകുന്ന സ്പേം ഔട്ടറിലേക്ക് ഒഴുകിയെത്തുന്ന ആ പാത്തിന്റെ പേരാണ് ദാറ്റ്സ് നോൺ ആസ് വാട്ട് ഡക്ട് സിസ്റ്റം. ഡക്ട് സിസ്റ്റം മീൻസ് ഡക്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ടുള്ള ഒരു സ്മോൾ ക്യാവിറ്റി ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ്സ് നോൺ ആസ് വാട്ട് റെറ്റി ടെസ്റ്റിസ് ഉണ്ട്. ഫിഗർ ടെക്സ്റ്റിലുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരയ്ക്കാൻ വേണ്ടി വരത്തില്ല, എന്നാൽ അതിന്റെ പാർട്സ് നന്നായിട്ട് അടയാളപ്പെടുത്തി പഠിക്കുക. റെറ്റി ടെസ്റ്റിസ് ഉണ്ടായിരിക്കും. സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ടുള്ള സ്മോൾ ചെറിയ ക്യാവിറ്റി പോലത്തെ കുഴി പോലത്തെ സ്ട്രക്ചറാണ് റെറ്റി ടെസ്റ്റിസ്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ട്യൂബുലാർ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ്സ് കോൾഡ് വാസ എഫറൻഷ്യ. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഡക്ട് സിസ്റ്റമാണ് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്, കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്, യുറീത്ര ആൻഡ് യുറീത്രൽ മീറ്റസ്. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഡക്ട് സിസ്റ്റത്തിലെ പാർട്സ്. I repeat once again, reti testis, vasa efferentia, epididymis, vas deferens, common ejaculatory duct, urethra, urethral meatus. ഓരോ ടെസ്റ്റിസിന്റെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്മോൾ ക്യാവിറ്റി ആണ് റെറ്റി ടെസ്റ്റിസ്. അത് കഴിഞ്ഞിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള ട്യൂബ്സ് ആണ് വാസ എഫറൻഷ്യ. അത് കഴിഞ്ഞിട്ട് സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന ഒരു ട്യൂബാണ് എപ്പിഡൈഡിമിസ്, വിച്ച് ഹെൽപ്സ് ഇൻ ദി ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പേം. സ്പേമിന്റെ ടെമ്പററി സ്റ്റോറേജ് ആണ്. അത് കഴിഞ്ഞിട്ട് വാസ് ഡെഫറൻസ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബാണ്. രണ്ട് ടെസ്റ്റിസിൽ നിന്നുമുള്ള വാസ് ഡെഫറൻസ് വന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്. അവിടെയാണ് ഈ 3 ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷനും കൂടി എത്തും. അപ്പോൾ ആ സ്പേം വിൽ ബിക്കം വാട്ട് സെമൻ ആയിട്ട് മാറും. ഈ രണ്ട് വാസ് ഡെഫറൻസ് വന്ന് ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്. അവിടെ നിന്ന് ആക്സസറി ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷനും കൂടെ വന്നിട്ട് പിന്നെ യുറീത്ര, പെനിസിന്റെ അകത്തുകൂടി വരുന്ന സ്ട്രക്ചറാണ് യുറീത്ര. പെനിസിന്റെ ഓപ്പണിങ്ങിൽ എത്തിയിട്ട് അത് ഔട്ടറിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പാർട്ടാണ് യുറീത്രൽ മീറ്റസ്. ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഡക്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ പാർട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പാർട്ട് ചിലപ്പോൾ ഒരു ടെസ്റ്റിസിൽ നിന്നാണെങ്കിൽ അത് വാസ് ഡെഫറൻസ് വരെ വന്ന് നിൽക്കും. 2 ടെസ്റ്റിസും ഉള്ളതാണെങ്കിൽ കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്, യുറീത്ര, യുറീത്രൽ മീറ്റസിലേക്ക് എത്തി നിൽക്കാൻ കറക്റ്റ് പാത്ത് പഠിച്ചു വെക്കണം. സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ട് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്, കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്, യുറീത്ര, യുറീത്രൽ മീറ്റസ്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പാത്ത്. ഇത്രയുമാണുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഡക്ട് സിസ്റ്റം. ഓർഡർ തെറ്റാതെ തന്നെ പഠിച്ചു വെക്കണം. റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്, കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്, യുറീത്ര, യുറീത്രൽ മീറ്റസ്. ഇത്രയാണ് അതിലെ കോമൺ ഡക്ട് എന്ന് പറയുന്ന ഡക്ട് സിസ്റ്റം എന്ന് പറയുന്ന. ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ഒരു ടെസ്റ്റിസിൽ നിന്ന് വരുന്നത് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്. ഇത് ഇത്രയും 2 ടെസ്റ്റിസിൽ നിന്നും വരും. ഏതൊക്കെയാണ്? റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്. അത് രണ്ടും കൂടി വന്ന് ഒന്നിച്ച് കമ്പൈൻ ചെയ്യുന്നതാണ് പിന്നീട് ഒറ്റ ഡക്റ്റ് ആണ് കോമൺ ഇജാക്കുലേറ്ററി ഡക്ട്, പിന്നെ യുറീത്ര, ദെൻ യുറീത്രൽ മീറ്റസ്. പെനിസിലുള്ള ഓപ്പണിംഗ് ആണ് യുറീത്രൽ മീറ്റസ് എന്ന് പറയുന്നത്.
അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അതിലെ ആക്സസറി ഗ്ലാൻഡ്സ് ആണ്. അതായത് ആക്ച്വലി ടെസ്റ്റിസിൽ നിന്നുണ്ടാവുന്ന സ്ട്രക്ചർ സ്പേം ആണ്. ഈ ആക്സസറി ഗ്ലാൻഡ്സിൽ നിന്നുള്ള സെക്രീഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ബിക്കം വാട്ട് സ്പേം വിൽ ബിക്കം വാട്ട് സെമൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സസറി ഗ്ലാൻഡ്സ് ഏതൊക്കെയെന്ന് ചെക്ക് ചെയ്യാം. ആക്സസറി ഗ്ലാൻഡ്സ് 3 തരം ആക്സസറി ഗ്ലാൻഡ്സ് ആണുള്ളത്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, തേർഡ് വൺ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഓർ കൗക്കോസ് ഗ്ലാൻഡ്. ഇത് 3 മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഗ്ലാൻഡ്. സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഓർ കൗക്കോസ് ഗ്ലാൻഡ്. ഇത് 3 മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ്സ്. ഇത് 3 ഫസ്റ്റ് വൺ സെമിനൽ വെസിക്കിൾ, സെക്കൻഡ് വൺ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, തേർഡ് വൺ ബൾബോ യുറീത്രൽ ഓർ കൗക്കോസ് ഗ്ലാൻഡ്. ആക്ച്വലി ഈ ഗ്ലാൻഡ്സിൽ നിന്നുള്ള സെക്രീഷന്റെ പേരാണ് സെമിനൽ പ്ലാസ്മ. ഓക്കെ, സെക്രീഷൻ ഫ്രം ദിസ് ഗ്ലാൻഡ്, എസ്പെഷ്യലി ഫ്രം സെമിനൽ വെസിക്കിൾ, സെമിനൽ പ്ലാസ്മ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ബൾബോ യുറീത്രൽ ഓർ കൗക്കോസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ആണ് വിച്ച് ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ് ഡ്യൂറിങ് സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ കോയിറ്റസ് നടക്കുന്ന ടൈമിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബോ യുറീത്രൽ ഗ്ലാൻഡിൽ നിന്നുള്ള മ്യൂക്കസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഇത് 3 ആക്സസറി ഗ്ലാൻഡ്സ്. ദേ ആർ പ്രോസ്ട്രേറ്റ് സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് അഥവാ അതർവൈസ് നോൺ ആസ് കൗക്കോസ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ബൾബോ യുറീത്രൽ ഓർ കൗക്കോസ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്ലാൻഡ്സിൽ നിന്നുള്ള സെക്രീഷന്റെ പേരാണ് സെമിനൽ പ്ലാസ്മ. Secretion from these glands are collectively called what? Seminal plasma. Seminal plasma contains calcium, fructose, enzymes, etc. Human body le fructose in the presence കാണുന്ന ഏക secretion ആണ് that seminal plasma. Seminal plasma is the only secretion in human body which contains fructose. ഫ്രക്ടോസിന്റെ പ്രസൻസ് കാണിക്കുന്ന ഹ്യൂമൻ ബോഡിയിൽ നിന്നുള്ള ഏക സെക്രീഷൻ ആണ് ദാറ്റ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ കണ്ടെയ്ൻ കാൽഷ്യം, ഫ്രക്ടോസ്, certain enzymes, etc. Okay, now we can discuss the function of seminal plasma. It's important. Seminal plasma exams-ന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. സെമിനൽ പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ സെമിനൽ പ്ലാസ്മ ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേം. സ്പേമിന്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെമിനൽ പ്ലാസ്മ. ഇറ്റ് സപ്ലൈ ന്യൂട്രിയൻസ് ടു സ്പേം. സ്പേമിന് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് സെമിനൽ പ്ലാസ്മ. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ആൽക്കലിനിറ്റി ടു സ്പേം വിച്ച് കൗണ്ടറാക്ട് ദ അസിഡിറ്റി ഓഫ് യൂട്രസ്. സ്പേം യൂട്രസിനകത്തു കൂടിയാണ് പാസ് ചെയ്യേണ്ടത്. യൂട്രസിനകത്ത് അസിഡിക് നേച്ചറാണ്. അതിനെ കൗണ്ടറാക്ട് ചെയ്യാനും ഈ സെമിനൽ പ്ലാസ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പേമിനെ അസിഡിക് നേച്ചർ ആയിട്ടുള്ള യൂട്രസിന്റെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി ആൽക്കലൈൻ നേച്ചറും സെമിനൽ പ്ലാസ്മ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്രീഷൻ ഓഫ് ബൾബോ യുറീത്രൽ ഓർ കൗക്കോസ് ഗ്ലാൻഡ് മ്യൂക്കസ് ആണ്. അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? വിച്ച് ആക്ട് ആസ് എ ലൂബ്രിക്കന്റ്. ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രീഷൻ ഓഫ് എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ പ്ലാസ്മ, പ്രോസ്റ്റേറ്റ് ഹെൽപ്സ് ഇൻ ദി മെച്ചുറേഷൻ ആൻഡ് മൊബിലിറ്റി ഓഫ് സ്പേം. ആ സ്പേമിന്റെ മൊബിലിറ്റിക്കും മെച്ചുറേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 3 ഗ്ലാൻഡ്സിന്റെ പേരും അതിൽ നിന്നുള്ള സെക്രീഷൻ. ഇറ്റ് സെമിനൽ പ്ലാസ്മ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സെമിനൽ പ്ലാസ്മ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ ആണ് ഏതാണ്? എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ പെനിസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ മസ്കുലാർ ഓർഗൻ which facilitate examination. ഇൻസമിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മസ്കുലാർ ഓർഗൻ ആണ് പെനിസ്. ഇതില് പെനിസിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ്? അതിനകത്ത് ബ്ലഡ് വന്ന് ഫില്ലാവുന്ന ടിഷ്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ മസ്കുലർ പോപ്പുലേറ്ററി ഓർഗൻ മെയ്ഡ് അപ്പ് ഓഫ് സ്പോഞ്ചി ടിഷ്യൂസ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ബ്ലഡ് ആണ്. ടിപ്പ് ഓഫ് പെനിസ്, പെനിസിന്റെ ടിപ്പിന്റെ പേരാണ് ഗ്ലാൻസ് പെനിസ്. Okay, tip of penis is known as what? Glans penis. It is covered by a skin called foreskin. Penis means it is a muscular organ which facilitate insemination or copulation.
ഇൻസെമിനേഷനോ പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മസ്കുലർ ഓർഗനാണ് പെനിസ്. ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ബ്ലഡ് ടിഷ്യൂ ഒന്ന് ഫില്ലാവുന്ന റെക്ടൈൽ ടിഷ്യൂ ആണ് അതിൽ ഉണ്ടാകുന്നത്. ടിപ്പ് ഓഫ് പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. അതിനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്കിൻ ഉണ്ട്. ദാറ്റ് സ്കിൻ ഈസ് നോൺ ആസ് വാട്ട്? ഫോസ്കിൻ ഓർ പ്രപ്യൂസ് എന്നറിയപ്പെടുന്നുണ്ട്. ഫോസ്കിൻ ഓർ പ്രപ്യൂസ്. ചില മതങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ആ ഫോസ്കിൻ റിമൂവ് ചെയ്യപ്പെടുന്നത്. ലൈക്ക് ഇൻ ജൂയിഷ് ആൻഡ് ഇസ്ലാം പീപ്പിൾ, അവർ ആ മതങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ആ ഫോസ്കിന്നിനെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് പെനിസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയും ടോപ്പിക്കാണ്. ഓക്കെ.